ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു 30 യൂട്യൂബേഴ്സാണ് ഇടുന്നത്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇത് പിച്ച് ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട് ഞാൻ? കഥയറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും. 5ാം വിവാഹം ആ നടനുമായി. കൊള്ളാം. ഇവരിതൊരു ഹോബിയാക്കി എടുത്തേക്കാണെന്നാ തോന്നണത്. ഡ്രസ്സ് മാറുന്ന ലാഘവത്തോടെയാണ് ഇവർ ഓരോ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി അടുത്ത കല്യാണത്തിലേക്ക് പോണത്. ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷിൻ്റെ ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് കുറച്ച് മുന്നേ ഞാൻ പുള്ളിക്കാരത്തിയുടെ പുതിയൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നിരന്തരമായിട്ട് ആരാണ് സോഷ്യൽ മീഡിയ വഴി ഇവരെ അപമാനിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 1-2 ചാനലിൻ്റെ പേരാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നിലവിലിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്ത ലിസ്റ്റിനകത്ത് ഏകദേശം 30ഓളം യൂട്യൂബേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യം രേഖ രതീഷിൻ്റെ വീഡിയോ ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നലെ 3 മണിക്ക് ഞാൻ CM ഓഫീസിൽ ചെന്നു. എൻ്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. താങ്ക് യു സോ മച്ച് സർ. ഇന്നലെ ഞാൻ ഇവരുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു തരം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് തോന്നിയത്. കാര്യം ഒരു പ്രൂഫും ഒന്നും ഇല്ലാതെ വന്നിരുന്നിട്ട് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി എന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പോരാത്തതിന് ഇവർ ഈ അടുത്ത് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇവരുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏതൊരു മനുഷ്യനും സംശയം തോന്നും ഇവരെന്താണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. കാര്യം ഇവരുടെ പേര് വെച്ചിട്ട് പോലും ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വീഡിയോസും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പറയിപ്പിച്ചത്. അതാരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ. ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വന്ന് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തെറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരുന്ന് പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് തന്നെ നിൽക്കൂ. എല്ലാവരും നിങ്ങളുടെ ഭാഗത്ത് തന്നെ നിൽക്കൂ. അല്ലാതെ നിങ്ങളെ ആരും ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും വരത്തില്ല. കാര്യം ഒരാളുടെ വ്യക്തി ജീവിതത്തിനകത്തോട്ട് കടന്നു കയറി അവരെ അപമാനിക്കുക എന്നൊക്കെ പറയണത് അത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഈ കുറേ എന്താ പറയണ്ട ഫേസ് കാണിക്കാതെ വന്നിരുന്ന് വോയിസ് ഓവർ ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഗോസിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചാനലുകളിലാണ് കൂടുതലായിട്ട് ഈ രേഖ രതീഷിൻ്റെ വീഡിയോസ് വന്നിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരത്തി കുറച്ച് ചാനൽസിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ഞാൻ എടുത്തു വെച്ച് ഞാൻ കേൾപ്പിക്കുന്നതായിരിക്കും. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അമ്മയ്ക്ക് ആ പ്രഷർ മാറുന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതെൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റ മുഖേനയാണോ ഇത് അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു. ഇൻസ്റ്റ മുഖേന അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഒന്നും നേട്ടം കിട്ടിയിട്ടില്ല. പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പറഞ്ഞത് സത്യമാണ്. കാര്യം സൈബർ സെൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. സൈബർ സെല്ലിൽ ചെന്ന് നമ്മൾ എത്രത്തോളം കടന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാലും ഒരുപാട് നാളെടുക്കും അതിൽ നിന്നൊക്കെ നീതി മേടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കേസസ് നമുക്കറിയാവുന്നതാണ്. ഈ എന്താ പറയണ്ട അത്രയ്ക്ക് അങ്ങ് ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ഒക്കെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സ്പോട്ടിൽ ആക്ഷൻ എടുക്കത്തുള്ളൂ. ഇങ്ങനെ ഈ ഒരു നമ്മുടെ നാട്ടിലെ സൈബർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആക്ട്രസ്സുമാരും വന്നിരുന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇതേ ഒപ്പീനിയൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. കാര്യം ആർക്കും നിലവിൽ നീതി ലഭിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വീണ്ടും ഈ ഒരു 3 മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ. എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ല എന്ന് വെച്ചു. 10-20 പേരുണ്ട്. ഞാൻ എങ്ങനെ പറയും? ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നല്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. 1-2-3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്. അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിൻ്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ വിത്ത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ് എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പം മറുനാടൻ മലയാളിയുടെ ചാനലുണ്ട്, പിന്നെ സിനി ലൈഫ് ഉണ്ട്, പിന്നെ അബാക് ഡിബേറ്റ് എന്ന് കണ്ട് പറയുന്ന ഒരു ചാനൽ. അതിനകത്ത് 2 പെൺകുട്ടികൾ വന്നിരുന്നിട്ട് ഇവരെ കംപ്ലീറ്റ്ലി അപമാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ,
ഈ ഒരു വിഷയം വീണ്ടും ചർച്ച ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഈ പുള്ളിക്കാരത്തിൽ തന്നെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുതിയൊരു കല്യാണം കഴിക്കുന്നത് പോലെയൊക്കെയുള്ള രീതിയിലാണ് ആ ഒരു റീൽസ് ആക്ച്വലി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനം എന്നൊക്കെയുള്ള രീതിയിലാണ്. നിങ്ങളെ ഓൾറെഡി ആ ഒരു വീഡിയോ കാണിച്ചതാണ്. അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ വളരെ മാന്യമായിട്ട് ഇവരുടെ കാര്യങ്ങൾ പറയുന്നതിനകത്ത് വലിയ പ്രശ്നമില്ല. പക്ഷേ എന്ത് പറയണ്ടേ, ഇവരുടെ കുട്ടിയുടെ ഫോട്ടോസ് എല്ലാം കൂടെ ഉൾപ്പെടെ തംബ്നെയിലിനകത്ത് എടുത്ത് വെച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്യുന്ന കുറേ വായി നോക്കികൾ. അതിനകത്ത് ഒരുത്തൻ്റെ പേര് പറയുന്നുണ്ട്, എന്തോ കിക്കിരി വീഡിയോ എന്തൊക്കെയാണ് പറയുന്നത്, ഏതൊരു ചാനൽ. ഇവരെ പറ്റിയിട്ട് വളരെ അനാവശ്യമായിട്ടുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് കണക്ക് തന്നെ വേറെ ഒരു ചാനലിനകത്ത് ഇവരുടെ കൊച്ചിൻ്റെ പടം വരെ എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെയും കൂടെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന പരിപാടിയാണ് ഇവരൊക്കെ കാണിക്കുന്നത്. അതിനകത്ത് 2 മിസ്റ്റേക്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ അങ്ങനെ ഒരു റീൽ ഇട്ട സമയത്ത് അതിനകത്തൊരു വ്യക്തത കൊടുക്കണമായിരുന്നു. ഞാൻ ഒരു പുതിയ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുക എന്നുള്ള രീതി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് വീണ്ടും ഇവരുടെ ഒരു പേര് ചർച്ചയിൽ വരത്തില്ലായിരുന്നു. എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങറ്റമായിരുന്നു അത്. ഞാനും എൻ്റെ മകനും വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ? കക്കിരിയൻ ഫാമിലി അതാണ്. ആ പുള്ളിക്കാരൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണണം. അയാൾ വളരെ വ്യക്തമായിട്ട് വന്നിരുന്ന പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുണി മാറുന്ന കണക്കാണ് ഇവരെന്തോ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ശരിക്കും അത് ഈ പറയുന്ന രേഖയുടെ മകൻ്റെ കൂട്ടുകാരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ട് ആ കുട്ടിയെ കളിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിനകത്തോട്ട് നമ്മൾ കയറി ഇടപെടേണ്ട കാര്യം? ശരിക്കും പറഞ്ഞാൽ അത് അനാവശ്യമാണ്. ഇവരൊക്കെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് എനിക്കറിയാമേ. ഞാൻ അവൻ്റെ വീഡിയോ ഇവിടെ കാണിച്ചു തരാം. പുതിയൊരു ജീവിതത്തിലേക്കെന്ന് നടി രേഖ രതീഷ് 5ാം വിവാഹം ആ നടനുമായി. കൊള്ളാം. ഇവരിതൊരു ഹോബിയാക്കി എടുത്തേക്കാണെന്നാ തോന്നണത്. ഡ്രസ്സ് മാറുന്ന ലാഘവത്തോടെയാണ് ഇവർ ഓരോ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി അടുത്ത കല്യാണത്തിലേക്ക് പോണത്. എന്താ അല്ലേ? ഇവൻ പറഞ്ഞ ഈ ഒരൊറ്റ വീഡിയോ ആണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെയും കൂടെ ചീത്തപ്പേരുണ്ടാക്കി തന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് നീയൊക്കെ ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിനകത്തോട്ട് കയറി കളിക്കുന്നത്? അവരെ 5, 10, 15 അവരെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വെറുതെ അനാവശ്യമായിട്ട് വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണ്ട. എന്തായാലും ഇവൻ്റെയൊക്കെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. ചോദിച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദർ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യണ്ട. പക്ഷെ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും. ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ്. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജുകളും കോൾസും തിരിച്ചു ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ, എന്നെ വിളിച്ചവർ എല്ലാവർക്കും ഞാൻ 1000 നന്ദികൾ പറയുന്നു. എന്നെ മാത്രമല്ല, ഇതുപോലുള്ള എൻ്റെ ഫീൽഡിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ ക്രൂരമായി ക്രൂശിക്കുന്ന തംബ്നെയിൽസും കാര്യങ്ങളും ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്. ഞങ്ങളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ തന്നെയാണ്. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം ജോലി ഇതാണ്, അതുകൊണ്ട് ഞങ്ങളെന്തോ വലിയ അല്ല. ഞങ്ങളും സാധാരണക്കാരായ അന്നുള്ള വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. ദയവേത് മനസ്സിലാക്കുക. ഞങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്യും, ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം ഉറപ്പായിട്ടും. മോശമായ തംബ്നെയിൽസും കാര്യങ്ങളും ഉപയോഗിച്ച് ഞങ്ങളെ വേദനിപ്പിക്കാനോ ഞങ്ങളുടെ മെന്റൽ സ്ട്രെസ്സിനെ തകർക്കാനോ ശ്രമിക്കരുത് പ്ലീസ്. ഇതൊരു അഭ്യർത്ഥനയാണ്. കേട്ടല്ലോ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. 1-2 യൂട്യൂബേഴ്സ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന വെച്ചിട്ട് എല്ലാ യൂട്യൂബേഴ്സിനെയും നിങ്ങൾ ആ ഒരു കണ്ണിൽ കാണരുത്. കാര്യം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല നല്ല സബ്ജക്റ്റുകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ 1-2 കഥയില്ലാത്ത ആൾക്കാർ വന്ന് വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും മെൻ്റലി ഡൗൺ ആവേണ്ട ആവശ്യവുമില്ല. അതൊക്കെ ആ ഒരു സെൻസിലെടുത്തിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ വിടുക. അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ കേസിൻ്റെ പുറകെ നടന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പറ്റും. പിന്നെ കോടതി കയറി ഇറങ്ങണം. നിങ്ങളുടെ സമയമാണ് നഷ്ടമാവുന്നത്. അത്രയും എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. എന്തായാലും തീർന്നിട്ടില്ല. വേറെ ഇവരെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത വേറൊരു ചാനലുണ്ട്, അബാക് ഡിബേറ്റ് എന്നങ്ങാണ്ട് പറയുന്നത്. അവർ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യം ഞാൻ കേൾപ്പിക്കാം. മുഖ്യധാരാ മാധ്യമത്തിന്റെ ഒരു ന്യൂസ് കാർഡ് ഞാൻ വായിക്കാം.
പുതിയൊരു ജീവിതത്തിലേക്ക് എന്ന നടി രേഖ രതീഷ് 5ാം വിവാഹം ആ നടനുമായി. 5ാം വിവാഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ 5ാം വിവാഹം എന്ന് പറയുന്നത് എന്താണ് ഇത്ര വലിയ സംഭവമെന്ന്. ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, എല്ലാം ഒരു വ്യൂസ് ആണല്ലോ, എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്, സർക്കുലേഷൻ വാല്യൂ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനത, മലയാളത്തിലാണ് കാർഡ്, അപ്പോൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. മലയാളികൾക്ക് ഈ 5ാം വിവാഹം എന്ന് പറയുന്നത് ഇപ്പോഴും വലിയൊരു സംഭവമാണ്. ഒരു സ്ത്രീയോ പുരുഷനോ ഒരു ബന്ധത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്, മറ്റൊരു വിവാഹം കഴിക്കുന്നതൊക്കെ വലിയ എന്തോ സംഭവമായിട്ട് കാണുന്ന ഒരു സമൂഹം ഇപ്പോഴും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചർച്ചയുടെ റീസൺ തന്നെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. അവർ ആ ഒരു റീലാണ് ഏറ്റവും കൂടുതൽ വിഷയമായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖ രതീഷിൻ്റെ ഈ ഒരു കല്യാണ വിഷയം കുറേ നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഥയല്ല ജീവിതം എന്നങ്ങോട്ട് പറയുന്ന എന്തോ പ്രോഗ്രാമിനകത്ത് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തും എന്തൊക്കെയോ സീനോ ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് അന്ന് തൊട്ടേ ഈ ഒരു വിഷയം ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരത്തിയുടെ ഒരു പുതിയ റീലും കൂടെ കണ്ട സമയത്ത് ഓബിയസ്ലി അത് തെറ്റിദ്ധരിക്കപ്പെടാം, മനസ്സിലായില്ലേ? പക്ഷേ എന്നും പറഞ്ഞിട്ട് അതൊരു കണ്ടന്റ് ആക്കി വന്നിരുന്ന് ഇങ്ങനെ വാ തോരാതെ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു കീറുക എന്നൊക്കെ പറയുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ 5ാം വിവാഹം എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ പോലും 5ാം വിവാഹം ചെറിയ പ്രായമാണ്. ഈ പറയുന്ന രേഖ എന്ന് പറയുന്ന ഒരു താരത്തിന്റെയാണ് ഈ ഒരു ന്യൂസ് കാർഡ് വന്നിരിക്കുന്നത്. അവരുടെ 5ാം വിവാഹം എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര വലിയ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല. ഇതിനു മുൻപ് നമ്മൾ മറ്റൊരു സീരിയലിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീ, എനിക്കൊന്നും പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു താടിയുള്ള ചേട്ടനും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നോക്കി കണ്ടു കാര്യം. അവരുടെ 2ാം വിവാഹം മാറ്റാൻ തോന്നുന്നു. പക്ഷേ എത്രാമത്തെ ആയാലും വളരെയധികം സന്തോഷത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്നു. ഒരുപാട് ഹേറ്റ് കമന്റുകളൊക്കെ അതിന് വരുന്നുണ്ട്. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നത് നമ്മൾ കണ്ടു. നമുക്കും അത് കാണുമ്പോൾ സന്തോഷം തോന്നും. ഇപ്പോൾ ഈ രേഖയുടെ കാര്യമാണെങ്കിൽ പോലും 5ാമത്തെ വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി പ്രായം ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തായിരിക്കും എന്ന് ചിന്തിക്കാം. ഇത് ഒരു കല്യാണം കഴിഞ്ഞ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിച്ച ഒരുമിച്ച് സ്നേഹത്തോടു കൂടി കുറച്ച് നാൾ മുൻപോട്ട് പോയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രം കല്യാണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ 5ാം വിവാഹത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇവർ ഈ ന്യൂസ് കാർഡ് 5ാം വിവാഹം എന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് നമുക്ക് തെറ്റുവരാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന താരവും അതിന് ഹൈലൈറ്റ് ചെയ്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർ പറയുന്നതാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്, ഞാൻ 5ാം വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ മറ്റൊരു പ്രമുഖ സീരിയലായിരുന്നു കുടുംബവിളക്ക്. അതിനകത്തെ ആ നായിക, ആ ഒരു സ്ത്രീ കഥാപാത്രം, എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവരും ഇതുപോലെ തന്നെ 2ാമത്തെ വിവാഹം വേർപിരിഞ്ഞ് 3ാം വിവാഹത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയും. ഈ ഒരു വീഡിയോ ആണ് അവരെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. എനിക്കിതിനകത്ത് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തില്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് പറയാനൊറ്റ കാര്യമുള്ളൂ, അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് അവരുടെ അടുത്ത് മാപ്പ് പറയാൻ പറ്റുമെങ്കിൽ മാപ്പ് പറയുക. അതൊക്കെ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു നടിയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന മാരേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വിഷയങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും എടുത്ത് വെച്ച് വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ പറയണ്ട, അതിൻ്റെ ഇടയിൽ വളരെ മാന്യമായിട്ട് റിയാക്ട് ചെയ്യുന്നവരും കാണും, വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുന്നവരും കാണും. എല്ലാവരെയും നമുക്ക് ഒരേ കണ്ണൽ കാണാനും പറ്റത്തില്ല. അപ്പം ഇതൊക്കെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. പുള്ളിക്കാരത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയ സമയത്ത് ഭയങ്കര വിഷമിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് കാണാം. ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു 30 യൂട്യൂബേഴ്സാണ് ഇടുന്നത്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇത് പിച്ച് ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട് ഞാൻ? കഥയറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിയാൻ മേലാത്തവർ ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോർട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാനിപ്പോഴും പറയാൻ, ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എൻ്റെ ലൈഫ് വേറെയാണ്. എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. സത്യമാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യരും കയറി കളിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ഒരു ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യർക്കും താങ്ങുന്നതിനും അപ്പുറമാണ്. മനസ്സിലായില്ലേ? എനിക്ക് ഈ പുള്ളിക്കാരത്തി പറഞ്ഞതിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു വീഡിയോ എന്ന് തോന്നിയത് ഈ പറയുന്ന കക്കരി മീഡിയ എന്നങ്ങോട്ട് പറയുന്നത് ആ ഒരു ആളുടെ വീഡിയോ ആണ്. കാര്യം അയാൾ വന്നിരുന്ന സാരി മാറുന്ന നടക്കാണോ കല്യാണം കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്നതിൻ്റെ മാക്സിമം ആയിരിക്കും. മേ ബി അവർ ഈ പറയുന്ന 5 കല്യാണം എന്ന് പറയുന്നത് സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവരിങ്ങനെ ഓരോ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി നമുക്കതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയത്തില്ല. എന്തായാലും അതൊക്കെ പുള്ളിക്കാരത്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പോലീസായാലും, ഇനിയിപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്താൽ എന്ത് നടത്താനാണ്? മുഖ്യമന്ത്രി നേരെ DGPക്ക് കൊടുക്കും. DGP ആണെങ്കിൽ നേരെ അതിന് താഴെയുള്ള പോലീസ് ഓഫീസേഴ്സിന് കൊടുക്കും. ഇതൊക്കെയാണ് നാളിൽ നടക്കാൻ പോകുന്നത്. ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതും ഇടണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ചീത്തയും പറയണ്ട. ഞാൻ ജീവിച്ച് പൊയ്ക്കോട്ടെ. ഇനി ഞാൻ കല്യാണം കഴിക്കാതിരിക്കൂ, ഇതെല്ലാം എൻ്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾ യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ചെയ്തോളൂ, സന്തോഷമുണ്ട്. എല്ലാ കുടുംബങ്ങളും നന്നായി ജീവിക്കണം. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരെയും സാധാരണക്കാരെയും
വലിച്ചു കയറി പേസ്റ്റാക്കിയിട്ട് നിങ്ങൾ 1 രൂപ ഉണ്ടാക്കല്ലേ. കണ്ടോ, ഇവിടെയും പുള്ളിക്കാരത്തി എല്ലാവരെയും കൂടിയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ 1 or 2 ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നു വെച്ചിട്ട് എല്ലാവരെയും നമ്മൾ അടിച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഏഷ്യാനെറ്റ് ന്യൂസിനകത്താണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഈ ന്യൂസ് ചാനലിലൊക്കെയാണ് നിങ്ങളത് എടുത്ത് പറയേണ്ടത്. എല്ലാ യൂട്യൂബേഴ്സും അല്ല, 1-2 പേരുണ്ട്. ഞാൻ ആൾക്കാരുടെ പേര് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരുന്നൊരു വിഷയമാണ്. അപ്പം ഇത് പൊതുജനങ്ങൾ കാണുമ്പോൾ എന്തോ ചിന്തിക്കുന്നത്, അവന്മാരെന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഓ, നീയൊക്കെ എല്ലാം കൂടിയാണ് അവരുടെ ജീവിതം തകർത്തത് എന്നുള്ള രീതിയിൽ ഇവന്മാരെല്ലാം പറഞ്ഞുണ്ടായിക്കൊണ്ട് നടക്കും. ഒരുപാട് പേരുടെ പ്രാക്കുകൾ അതിലുണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഇവർ തരുന്ന തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മകൻ 9ൽ പഠിക്കുന്ന ഇൻസ്റ്റ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പിള്ളേരിരുന്ന് പറയാണ് തുണി മാറുന്നത് പോലെ ഭർത്താക്കന്മാർ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട്, നിങ്ങൾക്ക് നാളെ മക്കളുണ്ടാകത്തില്ലേ പിള്ളേരെ? നിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടായി വന്നത്. എന്ത് പറഞ്ഞാലും കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. വന്ന് നിന്നു, സംസാരിക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നു, ഫേസിൽ മേക്കപ്പ്, ഒരു സാധനം ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടോളൂ. കാരണം ഇതൊക്കെ നിങ്ങൾ പറയുമ്പോണ്ടല്ലോ മാനസികമായി ഉണ്ടാകുന്ന വേദനകൾ ക്രൂരമായ രീതിയിലാണ്. തീർച്ചയായിട്ടും എന്ത് പറയണ്ട, വിമർശനങ്ങൾ വരും. അതിപ്പം ആർക്കാണ് ഇല്ലാത്തത്? എത്രയോ ആൾക്കാർക്ക് ഇതിൻ്റെയൊക്കെ ഡബിൾ ഇരട്ടി സൈബർ ബുള്ളിങ് നേരിടുന്നത്. എന്നിട്ട് എന്താണ്, അവരെല്ലാം അത് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം അവർക്കുണ്ട്. നിങ്ങൾ തന്നെ കുറേ നാളുകൾക്ക് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ കമൻസുകളൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. എന്ത് പറയണ്ട, അതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്. അപ്പം ഇങ്ങനെയുള്ള വിമർശനങ്ങളും ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കമൻസുകളും എല്ലാം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇനിയും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് സമയം കാണത്തുള്ളൂ. എന്തായാലും നിലവിൽ ഇത്രയും സംഭവങ്ങളാണ് ഈ പറയുന്ന രേഖ രതീഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.